എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള കഞ്ഞിയുടെ റെസിപ്പി കേട്ടോ. ഈ കഞ്ഞിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിക്കരുത്, കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണെന്ന് ഞാൻ പറയാം. എന്നും കഞ്ഞി തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വേണ്ടേ? നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനായിട്ട് 1 കപ്പ് മട്ടയരി എടുത്തിരിക്കുന്നത്. കഞ്ഞിക്ക് ഏറ്റവും നല്ലത് മട്ടയരി തന്നെ കേട്ടോ. കഴുകി വൃത്തിയാക്കിയ ശേഷം 1 കപ്പ് അരി ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml അളവാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ താഴെ ചെറുപയറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1/4 കപ്പ് ചെറുപയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 2 അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 അല്ലി മാത്രം മതി, കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടി കുറച്ചെടുത്ത തേങ്ങാപ്പാലാണ്. 3-4 കപ്പ് തീരെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഓരോ അരിക്കും ഓരോ വേവായിരിക്കും, അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഇനി ഇടയ്ക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണേ. ഇനി അരി ഇവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ചേമ്പ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അതിനകത്തിപ്പം ഏകദേശം ഒരു ചെറിയ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. 4-5 ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അടുപ്പത്തേക്ക് നമുക്ക് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എന്തുമാത്രം ഉപ്പ് വേണം അതിനനുസരിച്ചുള്ള ഉപ്പ് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് നമ്മൾ കപ്പയൊക്കെ വേവിച്ചെടുക്കത്തില്ല, ആ ഒരു രീതിക്ക് മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഞാൻ ആ വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചേമ്പ് വെള്ളം എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഞാൻ കുറച്ച് തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു സവാളയുടെ കുറച്ച് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കൊച്ചുള്ളി ഉണ്ടെങ്കിൽ 2-3 കൊച്ചുള്ളി മാത്രം മതി. എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മാത്രം ചേമ്പേ ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ മാത്രം ജീരകം എടുത്തിരിക്കുന്നത്. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരുമിച്ച് ചേമ്പിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചേമ്പിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ചെറു തീയിലിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചതച്ചെടുക്കാത്ത ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പയൊക്കെ ഉടച്ചെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതും നമുക്കൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. തേങ്ങ നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യണം. ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ചേമ്പൊക്കെ നന്നായിട്ട് കുഴച്ച ശേഷം കടുക് വറുത്തത്, അതായത് വെളിച്ചെണ്ണയിൽ ചൂടാവുമ്പോൾ കടുക്, കുറച്ച് സവാള, കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് വറുത്തെടുത്തതാണ് ഞാൻ ഈ ചേർന്ന്. കടുക് താളിച്ചൊഴിക്കത്തില്ലേ, അത് തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കഞ്ഞി തയ്യാറാവുന്ന നേരം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചേമ്പ് വേവിച്ചെടുത്തതാണിത്. ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകാണ് വറുത്തെടുക്കുന്നത്. ഞാനിപ്പം ഒരു 5-8 വറ്റൽമുളക് വറുത്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കണം. വറ്റൽമുളക് പൊടിച്ച ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് അതും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താണ്, വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ സാധാരണ മുളക് ചമ്മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന പോലെ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഈ സവാളയിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും, നമുക്ക് എന്തുമാത്രം പുളി വേണം അതിനനുസരിച്ചുള്ള പുളിയും, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു രീതിക്ക് മാത്രമേ അരച്ചെടുക്കാവൂ കേട്ടോ. ആ സവാളയൊക്കെ കിടക്കുന്നത് കാണാമല്ലോ.
ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. ഈ ഒരു രീതിക്ക് ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ചമ്മന്തിക്ക് ശകലം ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ തയ്യാറായപ്പം തന്നെ നമ്മുടെ കഞ്ഞി ഏകദേശം തയ്യാറായി. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കഞ്ഞിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പി തന്നെയാണേ. ഞാൻ കഞ്ഞി ഇപ്പോൾ ഒന്ന് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുറന്നെടുക്കുകയാണേ. ഉണ്ടോ, കറക്റ്റ് വെന്ത് കുറുകി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് പ്രഷർ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് തുറന്ന് നോക്കുന്നത്. അതൊക്കെ നമുക്കറിയാമല്ലോ. അന്നേരം വെള്ളം കുറവായിട്ട് തോന്നി. ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം തേങ്ങാപ്പാലല്ല ഞാൻ ഒഴിച്ചു കൊടുത്തത്, സാധാരണ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ ലാസ്റ്റ് വരെ നമുക്ക് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. ഞാനിപ്പം ഒരു മൺചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള 1 തേങ്ങാപ്പാൽ 1.5 കപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ കഞ്ഞിക്കകത്തിന് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനിയിപ്പം അളവ് കുറച്ചൊക്കെ മതിയെങ്കിൽ, ഇപ്പോൾ അര കപ്പ് അരിയൊക്കെ എടുക്കുന്നെങ്കിൽ തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവ് വളരെ കുറച്ച് മതി കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കാം. 2 പേർക്കൊക്കെ ആണെങ്കിൽ 1 കപ്പ് അരി മതി. അതിനനുസരിച്ച് തേങ്ങാപ്പാൽ മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 4 പേർക്കായിട്ട് വെക്കുന്നതുകൊണ്ടാണ് തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കഞ്ഞി ഇരിക്കണം കേട്ടോ. എങ്കിലേ അത് കുറച്ച് ചൂടാറി വരുമ്പോൾ നല്ല പരുവത്തിനിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിയിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും കഞ്ഞി സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സവാള വറുത്തെടുത്തതാണേ. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുത്താണ്, നെയ്ക്കകത്ത് വേണമെങ്കിലും വറുത്തെടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ഈ സവാള വറുത്തത് ചേർത്താൽ മതി, അത് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്ന ഒരു സ്റ്റെപ്പാണ്. പക്ഷേ ടേസ്റ്റി കേട്ടോ. സവാളയൊക്കെ ഇങ്ങനെ വറുത്തിടുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഞ്ഞി തയ്യാറായി കിട്ടുവേ. ഇപ്പോൾ എന്നും തേങ്ങാപ്പാലും സവാള വറുത്തതും ഒന്നും ഇട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല അല്ലേ. വല്ലപ്പോഴുമെങ്കിലും ഈ ഒരു രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. കഞ്ഞിയോടുള്ള നമ്മുടെ ഇഷ്ടം കൂടത്തേ ഉള്ളേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പി തന്നെയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.